നമസ്കാരം. നമ്മുടെ രാജ്യത്തെ, ഇന്ത്യയെ, ലോകത്തെമ്പാടുമുള്ള പല രാജ്യങ്ങളും പ്രകീർത്തിക്കാറുണ്ട്, പ്രശംസിക്കാറുണ്ട്. പലപ്പോഴും കോവിഡ് കാലത്തൊക്കെ നമ്മൾ ചെയ്ത സഹായങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഓർമ്മിക്കുന്ന രാജ്യങ്ങൾ ലോകമെമ്പാടുമുണ്ട്. പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും ഇന്ത്യയുടെ പല ദൗത്യങ്ങളെയും ഇന്ത്യയുടെ പല പ്രവർത്തനങ്ങളെയും ഒക്കെ തന്നെ ആശംസിച്ചുകൊണ്ട്, പ്രകീർത്തിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളും അതുപോലെ തന്നെ വികസ്വര രാജ്യങ്ങളുമൊക്കെ തന്നെ, അതുപോലെ അറബ് രാജ്യങ്ങൾ. തീർച്ചയായിട്ടും ഇന്ത്യയുടെ വികസനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അറബ് രാജ്യങ്ങൾ. ഈ രണ്ട് രാജ്യങ്ങളും, ഇന്ത്യയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധവും നയതന്ത്ര ബന്ധവും ഒക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയപ്പോൾ. ഇപ്പോൾ ഇന്ത്യയെ പ്രകീർത്തിച്ചിരിക്കുന്നത് ഒരു ചെറിയ രാജ്യമാണ്. പക്ഷേ ചെറുത് എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര രാജ്യമാണ്. ചെറുതാണെങ്കിലും ഏത് രാജ്യമാണ്? ജപ്പാനാണ് ഇന്ത്യയെ പ്രകീർത്തിച്ചിരിക്കുന്നത്, ഇന്ത്യയെ അഭിനന്ദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നരേന്ദ്രമോദിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന രാജ്യത്തെ വളർച്ചയുടെ പാതയിലൂടെ അതിവേഗം മുമ്പോട്ട് കൊണ്ടുപോകുന്ന, ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ വേഗതയെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന രാജ്യം ജപ്പാൻ. ജപ്പാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭാഗ്യമാണ്, ഇന്ത്യയുടെ സ്വത്വമാണ്. ഇന്ത്യ എന്നാൽ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഭരണാധികാരിയാണ് നരേന്ദ്രമോദി എന്ന് ഒരു കത്തയച്ചിരിക്കുന്നു, ഔദ്യോഗികമായി തന്നെ. ഈ കത്തിൻ്റെ വിശദ വിവരങ്ങൾ തുറന്നു പറഞ്ഞത് പക്ഷേ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ അല്പം വികാരാധീനായി പോവുകയും ചെയ്തു. നമുക്കറിയാം, ജപ്പാൻ ജനതയുടെ സ്ഥിരോത്സാഹത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, ഏതൊരു പ്രശ്നത്തെയും പ്രതിസന്ധിയെയും ഇച്ഛാശക്തി കൊണ്ടും കഠിനമായ പ്രയത്നം കൊണ്ടും മറികടക്കുന്ന ജനതയാണ് ജപ്പാൻ. എത്രയോ ഭൂകമ്പങ്ങൾ ഈ അടുത്ത കാലത്തുമുണ്ടായി, വലിയ ഭൂകമ്പങ്ങൾ. ഭൂകമ്പങ്ങൾ മാത്രമല്ല, എത്രയോ തിരിച്ചടികളുണ്ടായി. ലോകമഹായുദ്ധകാലത്ത് തകർന്ന് തരിപ്പണമായ ജപ്പാൻ, ഹിരോഷിമ, നാഗാസാക്കി നമുക്കറിയാം. ടെക്നോളജി രംഗത്ത്, അതുപോലെ ശാസ്ത്ര സാങ്കേതിക മികവിൻ്റെ കാര്യത്തിൽ ഇന്നും ജപ്പാൻ മുൻപന്തിയിൽ തന്നെ, ഒന്നാം സ്ഥാനത്ത് തന്നെ. അങ്ങനെയുള്ള ജപ്പാനാണ് ഇന്ത്യയെ അഭിനന്ദിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 3 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് ജപ്പാനിലെത്തി എസ് ജയശങ്കർ. ആ സമയത്ത് ഈ കത്തയച്ച കാര്യവും കത്തിൻ്റെ വിശദവിവരങ്ങളും ജപ്പാൻ ഔദ്യോഗികമായി അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. ഭാരതത്തിലുണ്ടാകുന്ന വികസനത്തെയും മാറ്റങ്ങളുടെ വേഗതയും ജപ്പാൻ അഭിനന്ദിക്കുന്നു. അത് നിസ്സാരമായൊരു കാര്യമല്ല, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമായിട്ടാണ് ഇന്ത്യ കരുതുന്നത്. ഒരു ദിവസം 28 കിലോമീറ്റർ ഹൈവേ നിർമ്മിക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ഒരു ദിവസം ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയിലൂടെ മിനിമം 3 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. കഠിനമായ പ്രയത്നം കൊണ്ട് എന്ത് പ്രതിസന്ധിയെയും നിമിഷങ്ങൾ കൊണ്ട് മറികടക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അങ്ങനെയുള്ള ജപ്പാനാണ് ഭാരതത്തിൻ്റെ പുരോഗതിയെ, ഭാരതത്തിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള കുതിപ്പിനെ അഭിനന്ദിച്ചിരിക്കുന്നത്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചിരിക്കുന്നത്. ഒരു വർഷം 8 പുതിയ വിമാനത്താവളങ്ങൾ ജപ്പാനിൽ നിർമ്മിക്കും. മിനിമം 2 വീതം മെട്രോ സർവീസുകൾ അവിടെ ആരംഭിക്കും. വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് പുതിയ കോളേജുകൾ, പുതിയ കോഴ്സുകൾ, പുതിയ പഠന നിലവാരങ്ങൾ, ഇത്തരത്തിൽ ഓടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അഭിനന്ദിച്ചിരിക്കുന്നത്. കാരണം എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ, ശാസ്ത്ര സാങ്കേതിക, ബഹിരാകാശ മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ കൈവരിച്ച നേട്ടത്തെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടാണ് ജപ്പാൻ കത്തയച്ചിരിക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രിയും. ഈ മാറ്റമാണ്, അതായത് ഭാരതം മാറിയ മാറ്റം, ഭാരതത്തെ ഒരു വിശ്വസനീയമായ, അല്ലെങ്കിൽ ഏറ്റവും വിശ്വസ്തയായ പങ്കാളിയായി ജപ്പാൻ കാണുന്നു. ബിസിനസ്, ജനജീവിതം, സ്റ്റാർട്ടപ്പുകൾ, സംസ്കാരം, എല്ലാ മേഖലകളിലും, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ശുചിത്വം, എല്ലാ മേഖലകളിലും ഇന്ത്യ മുന്നേറുകയാണ് എന്ന കാര്യമാണ് ജപ്പാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എത്ര പ്രശസ്തമായ ഒരുപാട് പ്രോജക്റ്റുകൾ ലോകത്തിന് സമ്മാനിച്ച ജപ്പാൻ ഭാരതത്തെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ അറേബ്യൻ ഉപദ്വീപിലൂടെയുള്ള ഭാരത, മധ്യപൂർവ്വ, യൂറോപ്പ് ഇടനാഴിയുടെ, സൗത്ത് ഇടനാഴിയുടെ ഒക്കെ തന്നെ ആ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഏഷ്യ അറ്റ്ലാന്റിക്കുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ നീക്കത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, അഭിനന്ദിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ജപ്പാൻ കൃത്യമായ വീക്ഷണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ സമുദ്ര സുരക്ഷ ഉൾപ്പെടെ നിർണായക മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ആ ഒരു കാര്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ ജപ്പാൻ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. തീർച്ചയായിട്ടും ജപ്പാൻ പോലെ ഒരു രാജ്യത്തിൻ്റെ അഭിനന്ദനം, പ്രകീർത്തനം അത്ര ചെറുതല്ല. രാജ്യം ചെറുതാണെങ്കിലും ഇന്ത്യ മുന്നേറുകയാണ്, എല്ലാ മേഖലകളിലും മുന്നേറുകയാണ്. ആ മേഖലകളിലൊക്കെ എല്ലാവിധ സഹകരണങ്ങളും, എല്ലാവിധ ഇടപാടുകളും എന്തിനും ഏതിനും സൗഹൃദ രാജ്യമായി ഒപ്പമുണ്ടാകും എന്ന വാഗ്ദാനം കൂടിയാണ് ജപ്പാൻ ഇന്ത്യക്ക് നൽകിയത്. അപ്പോൾ ഇന്ത്യ എന്നത് അതിവേഗം വളരുന്ന, എല്ലാ മേഖലകളിലും അതിവേഗം വളരുന്ന ഒരു സംസ്കാരമാണ്, ഒരു രാജ്യമാണ്, ജനതയാണ്. അത് ജപ്പാൻ പോലൊരു രാജ്യം മനസ്സിലാക്കി അഭിനന്ദിക്കണമെങ്കിൽ അതൊരിക്കലും ഒരു ചെറിയ കാര്യമായി കണക്കാക്കാനാവില്ല.